ഞാൻ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഡേ വന്ന് ഇനി സീറ്റ് കിട്ടുമോ ഇല്ലയെന്നൊക്കെ കയറി കഴിയുമ്പോൾ അറിയാം. അപ്പോൾ പിന്നെ നേരെ നമ്മൾ അങ്ങ് കോട്ടയത്ത് എത്തി കേട്ടോ. കോട്ടയത്ത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഞങ്ങൾ ഒരു തരത്തിൽ വീട്ടിലെത്തിച്ചു എന്ന് പറയാം. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛയും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ടുമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ചേച്ചിയും കുഞ്ഞും കൂടെ വീഡിയോ കോളിൽ വന്നു കേട്ടോ. മുമ്പ് വീട് ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് ആ ഇരിക്കുന്ന ആ മനുഷ്യൻ. ഇതാണ് എല്ലാ വീട്ടിലെയും ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാനും അമ്മയുടെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ അപ്പോഴത്തേക്കും നമ്മുടെ കശുമാവ് പൂത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പറിച്ചെടുത്തു കേട്ടോ. നല്ല പഴുത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ പറ്റും, കുറേ നാളായി ഇതൊക്കെ കണ്ടിട്ട് കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ എടുത്ത് വെച്ച് കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ചൂട് കാരണം ഇവിടുമാരും വെളിയില്ല ഇപ്പം. അങ്ങനെ കിണറ്റിൽ വരെ വെള്ളം പറ്റിപ്പോകുന്ന അവസ്ഥയായി. ഇപ്പോൾ കൂടുതലും ഇവിടെ ടാങ്കിൽ വന്ന് വെള്ളം അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമുക്കുള്ള ആവശ്യത്തിന് മാത്രം നമ്മളിവിടെ താഴെ കുഴൽക്കിണറുണ്ട്. അങ്ങനെ വെള്ളം അടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മയുടെ ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകട്ടോ. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ അല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ വീട്ടിലോട്ട് ചെന്നിട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ പലതരം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പാട്ടൊക്കെ ഓണാക്കി വെച്ചിട്ട് നല്ല വൈബിലിരുന്ന് ഫുഡ് അടിക്കുക കേട്ടോ. ഇത് അമ്മയുടെ നേരെ മൂത്ത ആളാണ് കേട്ടോ. പുള്ളിക്കാരി നല്ല വൈബാണ്. എപ്പോഴും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വൈബായിട്ടിരിക്കും കേട്ടോ. ഇത് അമ്മയാണ് അമ്മയുടെ ചേച്ചി. പുള്ളിക്കാരുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. പുള്ളിക്കാരിയാണ് ഞങ്ങളൊക്കെ വളർത്തിയതും ഇത്ര വലുതൊക്കെ ആക്കിയതും. അങ്ങനെ ഇവിടെ ആരുമില്ല. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു, മക്കൾ രണ്ടുപേരും ഇല്ല. ഇതാണ് ആൾ കേട്ടോ, ആങ്ങള. പുള്ളിക്കാർ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നു. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ ആരും വരുന്നില്ല. വരുന്നത് വെച്ചാൽ ഇങ്ങനെ സൺഡേ ഒക്കെ കൂടുമ്പോഴായിരിക്കും എല്ലാവരും ഒന്ന് കൂടുക. അങ്ങനെ ഞങ്ങളെല്ലാവരും വൈബാക്കാൻ വേണ്ടി അമ്മയൊന്ന് മൈൻഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ. ഇതെൻ്റെ ആങ്ങളുടെ കലാവിരുതൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ഇതുപോലെ പാട്ടിലൊക്കെ ഭയങ്കര ക്രേസ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.